എനിക്ക് നിന്റെ പൂങ്കണ്ണീരൊന്നും കാണണ്ട. മാസം 2 കഴിഞ്ഞു. തരാനുള്ള മുതലും പലിശയും എനിക്കിന്ന് കിട്ടിയേ തീരൂ. കുറെയായി നീ നിന്റെ കെട്ടിയവനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇക്കാക്ക വിട്ടേക്ക്, കുറച്ചു ദിവസത്തെയും കൂടെ അവധി കൊടുക്ക്. അവൾ എങ്ങനെങ്കിലും തരും. ആ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, അതുങ്ങൾ പേടിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഓ, നിനക്കത്രയും പൊടുന്നെങ്കിൽ നീ നാടെ എന്റെ കാശ്. ഞാനും കഷ്ടപ്പെട്ട് തന്നെയാ ജീവിക്കുന്നത്. ചുമ്മാ ആർക്കും പൈസ കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ മോളെ ഇത്? എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്നും കേൾക്കുന്നേ? കുട്ടേട്ടന് തോന്നുന്നുണ്ടോ ഞാൻ കയ്യിൽ പൈസ വെച്ചിട്ട് കള്ളം പറയുമെന്ന്? ഇക്ക ഇങ്ങോട്ടേക്ക് പൈസ അയച്ചിട്ട് 2 മാസത്തിൽ കൂടുതലായി. ആഴ്ച ഒരിക്കൽ എഴുത്തെഴുതുന്നതാ. ഇപ്പൊ അതുമില്ല. ഇക്കാന്റെ പൈസ വന്നാലുടൻ ഞാൻ അജീബക്കാന്റെ പൈസ കൊടുത്തോളാം. എനിക്ക് കുറച്ച് ദിവസത്തേക്കും കൂടെ അവധി വേണം. നീ ഇനി ഒന്നും പറയണ്ട. ഞാനും കഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഇത്രയൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എച്ചികൾക്കൊക്കെ വെറുതെ കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇങ്ങനെയൊന്നും പറയില്ലേ എന്റെ ഇക്ക. അവളുടെ കെട്ടിയവന്റെ പൈസ വരുമ്പോ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്ക്. നിങ്ങൾ ഇങ്ങോട്ട് വാ മനുഷ്യ, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ കുറച്ച് ദിവസത്തേക്കും കൂടെ അവധി കൊടുക്ക്. ആ പെണ്ണ് തരും. ഉമ്മച്ചി കരയല്ലേ? വാപ്പച്ചി പൈസ തരുമ്പോ നമുക്ക് ആ വെല്ലുപ്പാന്റെ പൈസ കൊടുക്കാം. ഉമ്മച്ചി കരയല്ലേ? ആ വെല്ലുപ്പാക്ക് ഉപ്പച്ചി വരുമ്പോ നമുക്ക് നല്ല വഴക്ക് കേൾപ്പിക്കാം. അതിന് ഉമ്മച്ചി കരഞ്ഞില്ലല്ലോ. ദേ, എന്റെ മക്കൾ സങ്കടപ്പെടണ്ട കേട്ടോ. ഉപ്പച്ചി അറിഞ്ഞ ഉമ്മച്ചിനെ വഴക്ക് പറയും. കടക്കാരൻ മൊത്തം വീട് വീടാന്തരം കേറി ഇറങ്ങോ? ആ തെണ്ടി ചെക്കനൊപ്പം നമ്മളെ എതിർത്ത് ഇറങ്ങി പോയതല്ലേ, അനുഭവിക്കട്ടെ അവള്. നിങ്ങൾ ഇങ്ങനൊന്നും പറയില്ലേ മനുഷ്യ. എന്താണെങ്കിലും അവള് നമ്മുടെ മകളല്ലേ. ആരുടെ മകള്? എന്റെയോ? നമ്മളെയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ആ തെണ്ടിക്കൊപ്പം ഇറങ്ങി പോയതല്ലേ. അവളുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോയേക്കരുത്. കൊല്ലം കൊറേ ആയില്ലേ, ഇനിയും എന്തിനീ വാശി? ഒക്കെ മറന്നിട്ട് തിരിച്ചു വിളിച്ചൂടെ അവളെ? അവളിങ്ങനെ കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് പറ്റുന്നില്ല. ചീ, നിർത്തടി. ഇനി അവളുടെ കാര്യങ്ങളാണ് നീ ഈ വീട്ടിൽ മിണ്ടിയാൽ. എന്താ ഉപ്പ ഇവിടെ ഒരു സംസാരം? എന്തിനാ ഉമ്മ കരയുന്നേ? എന്താണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പതിവ് പോലെ നിന്റെ പെങ്ങളുടെ കാര്യം തന്നെ. ഉമ്മാക്ക് വേറെ പണിയില്ലേ? നമ്മളെയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ നാട്ടുകാർക്ക് മുമ്പിൽ നാണം കെടുത്തിട്ട് പോയതല്ലേ. അവളെ വിട്ടേക്ക്, അനുഭവിക്കട്ടെ. ദേ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മോളോടുള്ള സ്നേഹം കൊണ്ട് ഇവിടുന്ന് വല്ല അവളെ കാണാൻ പോവാൻ ശ്രമിച്ച പിന്നെ നിന്റെ ജീവിതവും ഇതിന്റെ പുറത്തായിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. നീ നോക്കണ്ട, ഞാൻ ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത്. അല്ല മക്കളെ, നിങ്ങൾ പോയ കാര്യം എന്തായി? എന്താവാനാ ഉപ്പ, ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ വിഷമിക്കാതെ മക്കളെ, പടച്ചോ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. നിങ്ങൾ കാത്തിരിക്കെ. മോളെ, വേണ്ടുമ്മ, അവളോടൊന്നും ചോദിക്കണ്ട. അവൾ ആകെ സങ്കടത്തില. മോനെ, നീ അവളെ കൂട്ടിക്കൊണ്ടകത്ത് പോ. എന്റെ പടച്ചോനെ, ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എത്ര കൊതിക്കുന്നതാ. ഇനിയും ഞങ്ങളെ പരീക്ഷിക്കണം. നിങ്ങൾ ഇതെന്തൊരു വർത്തമാനാ പറയുന്നത്? അവള് മറ്റൊരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയെന്നും വെച്ച് അവള് നമ്മുടെ മകളോ ആ കുട്ടികൾ നമ്മുടെ കൊച്ചുമക്കളോ ആകാതിരിക്കുന്നില്ല. ഛേ, നിർത്തടി. ആ തെണ്ടിയിലുണ്ടായതൊന്നും എന്റെ കൊച്ചുമക്കളല്ല. ഞാനങ്ങനെ കണ്ടിട്ടുമില്ല, ഇനിയോട്ട് കാണത്തുമില്ല. നിങ്ങളോട് പറയാൻ ഞാനില്ല. ഒരിക്കൽ നിങ്ങൾ ഇതൊക്കെ ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരരുത്. അതേ എനിക്കിപ്പോ പറയാനുള്ളൂ. ഉമ്മച്ചി, ഉമ്മച്ചി, എന്താ? ഉമ്മച്ചി, എനിക്ക് വിശക്കുന്നു. ആഹാ, വിശക്കുന്നെന്നോ? എനിക്ക് ഒരു 5 മിനിറ്റ്. ഉമ്മച്ചി ഇപ്പൊ ഉപ്പുമാവ് ഉണ്ടാക്കി തരാം കേട്ടോ. വേഗം ആവട്ടെ, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. ഉമ്മച്ചി, ആഹാ, അടുത്ത ആള് വന്നോ? എന്താ? ഉമ്മച്ചി, അതുണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലെ മാളു എന്നെ വഴക്കുണ്ടാക്കി. വഴക്കുണ്ടാക്കിയെന്നോ? എന്തിന്? അത് അവൾ അപ്പുറത്തെ പീടികയിൽ നിന്ന് കേക്ക് വാങ്ങിയിട്ട് എന്നോട് വേണോന്ന് ചോദിച്ചു. ഞാൻ വേണോന്ന് പറഞ്ഞപ്പോ അവള് പറയുമ്പോ തരില്ലാന്ന്. എന്നിട്ട് അവൾ എനിക്ക് തരാതെ ഒറ്റയ്ക്ക് തിന്നുമ്മച്ചി. ഞാൻ ചോദിച്ചപ്പോ അവൾ എന്നെ പിടിച്ച് തല്ലി.
മോൾ എന്തിനാ മാളുവിനോട് ചോദിക്കാൻ പോയേ? എനിക്കത് കഴിക്കാനുള്ള കൊതി കൊണ്ടാ ഉമ്മച്ചി. ഞങ്ങൾ ഇത്രയും നാളായിട്ടും ആ ചില്ലുംകൂട്ടിലെ കേക്ക് കഴിച്ചിട്ടില്ലല്ലോ. നീ വിഷമിച്ചെന്റെ വാവാച്ചി, ഉപ്പച്ചി വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കേക്ക് വാങ്ങിത്തരും. എന്റെ ഉപ്പച്ചി ഒന്ന് വന്നോട്ടെ, നമുക്കും വാങ്ങണം ആ ചില്ലുംകൂട്ടിലെ കേക്ക്. അതത്രേ ഉള്ളു. നമ്മുടെ ഉപ്പച്ചി വരുമ്പോ നമ്മളും കേക്ക് തിന്നും. ഇപ്പൊ എന്റെ വാവാച്ചി വാ, ഇവിടെ ഇരിക്കേ. ഉമ്മച്ചി ഇപ്പൊ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ട് വരും കേട്ടോ. ഉസ്മാനിക്ക, ഇവിടേക്കൊന്നും ഇല്ലേ? ഇല്ല മോളെ, ഇവിടേക്ക് ഇന്നും എഴുത്തൊന്നും ഇല്ല. എന്താ ഉമ്മച്ചി, ഇന്നും ഉപ്പച്ചിയുടെ എഴുത്തൊന്നും വന്നില്ലേ? ഉമ്മച്ചി എന്താണെന്നും മിണ്ടാത്തെ? എനിക്ക് എന്റെ ഉപ്പച്ചീനെ കാണാൻ കൊതിയാവുന്നു. ഉപ്പച്ചി ഇനി എന്നാ വരുക? ഉപ്പച്ചി വരും. എന്റെ മക്കൾ രണ്ടുപേരും സങ്കടപ്പെടണ്ട. ശ്ശെ, എന്റെ ഉപ്പച്ചി ഒന്ന് വന്നിരുന്നെങ്കിൽ ആ മാളുവിന്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ വലിയൊരു പാവ വാങ്ങിത്തരാൻ പറയായിരുന്നു. എന്റെ വാവാച്ചി വിഷമിച്ചണ്ട, ഉപ്പച്ചി വരുമ്പോ വലിയ പാവ വാങ്ങിത്തരും. ദേ, രണ്ടുപേരും ഇവിടെ അടങ്ങിയിരിക്കണേ. ഉമ്മച്ചി അപ്പുറത്തെ പീടിക വരെ പോയിട്ട് വരാവേ. ഉമ്മച്ചി പൊക്കോ, ഞങ്ങൾ ഇവിടെ വഴക്കുണ്ടാക്കാതിരുന്നോളാം. ദാ ചേട്ടാ, ഈ ലിസ്റ്റിലുള്ള സാധനമൊക്കെ വേണമായിരുന്നു. ആ ഇപ്പൊ എടുക്കാം. അല്ല മോളെ, നിന്റെ കെട്ടിയവൻ പോയിട്ട് കൊറേ ആയില്ലേ? ഇനി എന്നാ നാട്ടിൽ വരുന്നേ? ഒന്നും അറിയില്ല ഭാസ്കരൻ ചേട്ടാ. കത്തൊക്കെ അയച്ചിട്ട് ഇപ്പൊ 2 മാസമായി. അവൻ ഇനി അവിടെ വല്ല പെണ്ണും കെട്ടി കൂടിയോ? ഇങ്ങനെ നോക്കല്ലേ കൊച്ചേ, ഞാനൊരു തമാശ പറഞ്ഞതാ. ദാ മോളെ, മോള് ചെല്ലാൻ നോക്ക്. പൈസയൊക്കെ പിന്നെ തന്നാ മതി. ശരി ചേട്ടാ, ഇക്കാന്റെ പൈസ വന്നാലുടൻ ഞാൻ പണം തന്നേക്കാം. നീ എന്തിനാ വണ്ടി നിർത്തിയത്? മര്യാദയ്ക്ക് വണ്ടി എടുക്ക്. വഴിയിലങ്ങനെ പല ജന്തുക്കളെ കണ്ടെന്ന് വരും. ഇതാരാ ഇപ്പൊ? ആരാ ഉമ്മച്ചി? അറിയില്ല, മക്കള് കിടന്നോ? ഉമ്മച്ചി നോക്കിയിട്ട് വരാം. താനെന്താ ഇവിടെ? ഷേ, എന്താ പെണ്ണേ ഇത്? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതല്ലേ. താൻ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ അതോ ഞാൻ എല്ലാരും വിളിച്ചു കൂട്ടണോ? നീ വിളിക്കടി, അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. തനിക്കെന്താ? താൻ എന്തിനിപ്പ ഇങ്ങോട്ട് വന്നത്? താനൊന്ന് പോകുന്നുണ്ടോ? ഞാൻ പോവില്ല. എനിക്കിന്ന് നിന്റെ ഒപ്പം കിടക്കാനൊരു പോതി. അതാ ഇങ്ങി പോന്നെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വേദനയ്ക്കൊരു സുഖമുണ്ട്. നിർത്തണ നായേ, നീ എന്നെ പറ്റി എന്താണ് വിചാരിച്ചത്? കെട്ടിയും കൂടെ ഇല്ലാന്നും പറഞ്ഞ് കണ്ടിൽ കണ്ട നായ്ക്കളെ പിടിച്ച് ഞാൻ എന്റെ കൂടെ കെടുത്തു വന്നോ? ഇറങ്ങി പൊക്കോണം നീ. എടി പൊന്ന മോളെ, നിനക്കറിയില്ല ഈ ഡാനിയെ. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനാണേലും നേടിയെടുത്തിരിക്കും. എനിക്കിപ്പോ നിന്റെ കൂടെ കിടക്കാൻ നല്ല പൂതിയുണ്ട്. കുറെ ആയില്ലേ നീയും ആ സുഖമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട്. ചേളക്കാൻ അടങ്ങി നിക്കടിപ്പില്ലേ. നീ എനിക്ക് വഴങ്ങി തന്നിട്ടില്ല എങ്കിൽ ഞാനായിട്ട് ഈ നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടും. എന്നിട്ട് ഞാൻ അവരോട് പറയും നീ എന്നെ വിളിച്ചു വരുത്തിയെന്ന്. എനിക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ലാന്ന് ഓർത്തോണം. എന്നാ നിനക്ക് അങ്ങനെയല്ല.
ഒരു ഭർത്താവുണ്ട്, 2 പിള്ളേരുണ്ട്. നീ കരയേണ്ട കാര്യമൊന്നുമില്ല. ഒരേ ഒരു രാത്രി, ഈ ഒരു രാത്രി മാത്രം നീ എന്റെ ഒപ്പം ഒന്ന് കിടക്കണം. ഒരുപാട് മോഹിച്ചതാടി നിന്നെ ഞാൻ. ഇല്ല, എനിക്ക് പറ്റില്ല. ഇവിടെ വാടി. വീട് വീട് വേണ്ട. ഇനി നീ ശബ്ദം ഉണ്ടാക്കിയ അകത്ത് കിടക്കുന്ന 2 എണ്ണത്തിനെ ഞാനങ്ങ് തീർക്കും. ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരില്ല. അപ്പൊ ശരി, ദാ ഇതിവിടെ ഇരിക്കട്ടെ. ചെയ്ത ജോലിക്ക് കൂലി കൊടുത്താ എനിക്ക് ശീലം. ഫൈസി, ഫൈസി, നിക്ക് ഫൈസി ഒന്ന് പറയട്ടെ. ദേ നോക്ക് സൈനു, ആരെങ്കിലും കണ്ട പ്രശ്നമാകുവേ. അതിനെന്താ, കണ്ടോട്ടെ, എല്ലാരും കണ്ടോട്ടെ. തനിക്ക് എന്താണോ പറഞ്ഞ മനസ്സിലാവൂലേ? ഇല്ല, എന്തേ? തന്നോട് പറയാൻ ഞാനില്ല, താനൊന്ന് പോയേ. ഫൈസി പോവല്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നേ? ഞാൻ ആരെയും ഒഴിവാക്കിയിട്ടില്ല. നീ ഒന്ന് മാറിയേ, എനിക്ക് പോണം. ഇല്ല, ഞാൻ പോവില്ല. നിനക്ക് എന്താടി പറഞ്ഞ മനസ്സിലാവൂലേ? ഇല്ലെന്ന് എത്ര തവണ പറഞ്ഞു. അയ്യോ, അങ്ങോട്ട് നോക്കിയേ. സൈനു, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നീ എന്തിനാടിയ പാത്തിനിട്ട് വട്ട് കളിപ്പിക്കുന്നേ? വട്ട് കളിപ്പിക്കുന്നെന്നോ? നീ ആരുടെ കാര്യമാ പറയുന്നേ? വേറെ ആരുടെ കാര്യമാ? ഫൈസിയുടെ കാര്യം തന്നെ. നിനക്ക് കൊമ്പ് ഓർക്കാൻ ഈ നാട്ടിൽ വേറെ ചെക്കന്മാരില്ലാഞ്ഞിട്ടാണോ നീ ആ പാവത്തിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നേ? നീ ഇതെന്തൊക്കെയാണ് ഇത്ര പറയുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവനെ വട്ട് കളിപ്പിക്കുവാണെന്ന്? പിന്നെന്താടി, നിനക്ക് അവനോട് പ്രേമാണോ? അതെ, എനിക്ക് അവനോട് കടുത്ത പ്രേമോ. എന്തേ? ദേ സൈനു, നീ വെറുതെ ഇരിക്കുന്നുണ്ടോ? നിന്റെ ഇക്കാക്ക ഉപ്പ അറിയാലോ, ആ ചെക്കനെ ജീവനോടെ വെച്ചേക്കില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങളുടെ വീട്ടിൽ ഉപ്പും ചോറും തിന്ന് വളർന്നവനല്ലേ അവൻ. ഇപ്പോഴും ദേ നിന്റെ വീട്ടിലെ ബാല്യക്കാരനായിട്ടല്ലേ നിൽക്കുന്നത്. വെറുതെ എന്തിനാടി ആ പാവത്തിന്റെ ജീവിതം? മിത്ര, വേണ്ട. എനിക്കറിയാം ഒക്കെ. എന്റെ ഉപ്പ ഇക്കാക്ക അറിഞ്ഞ ഇതിനൊരിക്കലും സമ്മതിക്കില്ലാന്ന്. പക്ഷെ എനിക്കറിയില്ലടി, അവനെ കാണുമ്പോ ഞാനൊക്കെ മറക്കും. എനിക്ക് അവന് ശരിക്കും ഇഷ്ടമാ, എന്റെ ഈ ജീവനേക്കാളേറെ. സൈനു, നീ സീരിയസ് ആണോ? എനിക്കിഷ്ടമാ. അവന് വേണ്ടി ഒക്കെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാ. അതൊക്കെ അവിടെ നിക്കട്ടെ. അവന് നിന്നെ ഇഷ്ടമാണോ? എന്തേ ഉത്തരമില്ലേ? എനിക്കറിയാം അവൻ ഒരിക്കലും നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലാന്ന്, ഇനി അങ്ങനെ കാണത്തുമില്ലാന്ന്. അതുകൊണ്ട് നീ ഇതിവിടം കൊണ്ട് നിർത്തിക്കോ. അതാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലത്. ഒരിക്കലുമില്ല. ഈ സൈനുവിന്റെ ജീവിതത്തിൽ ഒരാളുണ്ടെങ്കിൽ അതെന്റെ ഫൈസി ആയിരിക്കും. അവന്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെ ഞാൻ ജീവിക്കില്ല. സൈനു, ഫൈസീനെ കണ്ടോ? ആ തൊഴുത്തൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് അവൻ ഇതെവിടെ പോയി? ഞാൻ കണ്ടില്ല ഉമ്മച്ചി. ഞാനെങ്കിൽ പോയി നോക്കിട്ട് വരാം. മിത്രേ, നീ ഇവിടെ ഇരിക്കേ.
മോളിരിക്ക്, ഉമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വരാം. അതെ, ഉമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അല്ല, താൻ എന്താ എന്നോട് മിണ്ടാത്തെ? സൈനു, നീ ചെല്ല്, ഞാൻ വന്നേക്കാം. ഞാൻ പോവൂല. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിനക്ക് എന്താ സൈനു പറഞ്ഞ മനസ്സിലാവില്ലേ? നീ ഒന്ന് പോയിക്കേ, വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കാൻ നിക്കല്ലേ. ഞാൻ കാരണം എന്തായാലും വഴക്ക് കേൾക്കൂല. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്നോട് എന്താ മിണ്ടാത്തെ? നിന്നോട് മിണ്ടാ എനിക്ക് താല്പര്യമില്ല, അത്ര തന്നെ. ദേ, വേഷം കെട്ട് കൂടുതൽ എടുത്താലുണ്ടല്ലോ, ഈ സൈന് ആരാന്ന് നീ അറിയും. മര്യാദയ്ക്ക് എന്നോട് മിണ്ടിക്കോണം. വട്ടാണെന്നാ തോന്നുന്നേ. മാറി നിക്ക്, ഞാൻ പോട്ടെ. നീ പോ മോനെ പോ. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. സൈനു, സൈനു, എന്തായി കാക്ക? നീ ഇവിടെ എന്ത് വരുന്നു? ഞാനിവിടെ വെറുതെ ഇരിക്കായിരുന്നു. എന്താ? നീ എങ്കി താഴേക്കൊന്ന് വന്നേ. എന്തിനാ? ഞാൻ വരാം. ദാ അവളെത്തിയല്ലോ. നീ എന്താ സൈനു അവനെ അറിയാത്ത പോലെ നോക്കുന്നേ? അതിപ്പോ കുറെ ആയില്ലേ ഇവര് തമ്മിൽ കണ്ടിട്ട്, അതിന്റെ ആയിരിക്കും. എന്താടാ അപ്സലെ, നിന്റെ മണവാട്ടിയെ കണ്ടപ്പോ നിനക്കും ഒന്നും ചോദിക്കാനില്ലേ? നീ എന്താ സൈനു അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? അവിടെ എന്താ? എനിക്കെന്തേ അങ്ങോട്ട് നോക്കിക്കൂടെ? നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സോൾവ് ചെയ്യൂ. ഉമ്മ വാ. സൈനു, നിനക്ക് എന്നോട് പിണക്കവാ? ഞാൻ എന്തിനാ പിണങ്ങുന്നത്? അത് കള്ളും. ഇത്രയും നാളും ഒരു കത്ത് പോലും എഴുതാണ്ടിരുന്നതല്ലേ, അപ്പോ പിന്നെ അതിന്റെ പിണക്കം കാണുമല്ലോ. അത് ഇയാളുടെ തോന്നല. എനിക്ക് പിണക്കൊന്നുമില്ല. വിശ്വസിച്ചു. ആ പിന്നെ സൈനു, നീ പണ്ടത്തെക്കാളും ഒന്നുകൂടെ മൊഞ്ചത്തിയായിട്ടുണ്ട്. ഇതെന്താ ഇപ്പഴാണോ കഴിക്കുന്നേ? സൈനു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും കണ്ട പ്രശ്നമാവേ? എന്ത് പ്രശ്നം? ആരും ഇങ്ങോട്ട് വരില്ല. നിനക്കെന്താ പറഞ്ഞ? മാറി നിക്ക് സൈനു. നീ എന്താ ഇപ്പൊ ചെയ്തേ? നീ എന്തിനെന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിനക്ക് തമാശ കളിക്കാനുള്ള ആളല്ല ഞാൻ. നിനക്കിട്ട് ഞാൻ ഒരെണ്ണം തരാത്തത് എനിക്ക് നട്ടല്ലില്ലാഞ്ഞിട്ടല്ല. നിന്റെ വീട്ടിൽ പട്ടിയെ പോലെ പണിയെടുത്താലേ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ടാ. ഞാനെന്ന് പറഞ്ഞോട്ടെ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ഒരിക്കലും നീ ഇത് ആവർത്തിക്കരുത്. വീണ്ടും ഇങ്ങനാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോവേണ്ടി വരും. നീ എന്താ ഫൈസി എന്നെ ഒരു മോശം പെണ്ണായിട്ടാണോ കാണുന്നേ? ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നിനക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നേ? ദേ നോക്ക് സൈനു, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി എന്റെ മുന്നിൽ വരരുത്. ഫൈസി, നീ ഇങ്ങ് വന്നേ. എന്താ ഇക്ക? ആ, അത് ഞങ്ങൾ 2 ദിവസം അവിടെ കാണില്ല. നീ സൈനുവിനെ ശ്രദ്ധിച്ചേക്കണം. എന്നെ ആരും നോക്കേണ്ട കാര്യമില്ല. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ.
എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് നീയല്ല തീരുമാനിക്കുന്നത്. ഉമ്മ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ നോക്കിക്കോളാം. ഞങ്ങളെങ്കിൽ ഇറങ്ങുന്നു. സൈനു പറഞ്ഞതൊക്കെ കേട്ടല്ലോ. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. നീ എന്ത് സൈനു ഇങ്ങനെ? നിനക്ക് വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ ഓർത്ത് ആരും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോടാ. നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, അതാ പറയാഞ്ഞ്. അല്ല ആമിന, അഫ്സൽ അവിടെ പോയി? അവനും ഇഷാനിയും കൂടെ പുറത്തു പോയേക്കുവാ, ഇപ്പൊ വരും. ആ പറഞ്ഞ പോലെ ഇഷാനി മോള് വന്നിട്ടുണ്ടല്ലോ. അല്ല, അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ആ എങ്കിൽ പിന്നെ അവൾക്കും കൂടി ഒരു ചെക്കനെ നോക്കണ്ടേ? ആ പറ്റിയ ഒരാളെ കിട്ടിയാ കെട്ടിക്കണം. അല്ലേ, ഇത് ആരൊക്കെയാ? എപ്പോ വന്ന്? ഞങ്ങളിതാ കുറച്ചു മുമ്പേ വന്നേ ഉള്ളൂ. സബീറെ, നിനക്ക് മനസ്സിലായില്ലേ എന്റെ അനിയത്തിയെ? നീ അതെന്തൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നേ? പിന്നെ അവൻ അറിഞ്ഞൂടെ? ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. അത് ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്റെ ഉമ്മ. അത് അവന് മനസ്സിലായിക്കോളും. അല്ല, എന്റെ സൈനു എവിടെ? നിങ്ങളെന്താ അവളെ കൊണ്ടുവരാഞ്ഞേ? അവളോട് ഞങ്ങൾ പറഞ്ഞിട്ട് പോലുമില്ല ഇങ്ങോട്ടേക്കാ വരുന്നേന്ന്. എന്തിനാടാ ഇത്ര ധൃതി? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലുടൻ അവൾ ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്? ഒന്ന് അടങ്ങും മോനെ. അല്ല, നമുക്ക് ഇവരെ കെട്ടിക്കണ്ടേ? പിന്നെ വേണ്ടായോ? എങ്കിലത് എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ. ഞങ്ങൾ ആ കാര്യം കൂടി സംസാരിക്കാൻ വേണ്ടിയാ വന്നത്. ഈ വരുന്ന പെരുന്നാളിന് മുമ്പേ സൈനുവിന്റെ കല്യാണം നടത്തണമെന്നാ ഞങ്ങളുടെ ഒരു ആഗ്രഹം. എങ്കിൽ പിന്നെ ഒട്ടും വൈകിക്കണ്ടെന്നാ എന്റെ ഒരു അഭിപ്രായം. എന്നാൽ അങ്ങനെ ആവട്ടെ. അയ്യേ, ഇതൊന്നും കൊള്ളില്ല. വിശന്നിട്ട് വയ്യായേ. ഏത് നേരത്താണോ അവനോട് എനിക്ക് ഫുഡ് വേണ്ടെന്ന് പറയാൻ തോന്നിയേ? വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. എന്താ ഇവിടെ? നീ എന്താ ഇവിടെ തപ്പി പറക്കുന്നേ? അത് ഞാനെന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നേ? നിനക്ക് പറഞ്ഞോളൂ സൈന, നിനക്ക് വിശക്കുന്നുണ്ടെന്ന്. ദാ അവിടെ ടേബിളിൽ ഞാൻ നിനക്ക് വേണ്ട ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തപ്പി പെറുക്കി നടക്കേണ്ട. ഫൈസി, നീ ഒന്ന് നിന്നെ. എനിക്കിതൊന്ന് വാരി തരാമോ? എനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യുമോ? ഇനി ഒരിക്കലും ഞാൻ പറയില്ല. സൈന, നീ എന്തിനാ കരയുന്നേ? എന്താ എന്ത് പറ്റി? എനിക്ക് പറ്റണില്ല ഫൈസി. നീ ഇതെന്തൊക്കെയാ സൈന പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫൈസി, ഞാൻ നിന്റെ ഒപ്പം വന്നാട്ടെ. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. സൈനു, നിർത്ത. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നീ എന്റെ കണ്ണി നോക്കി പറ ഫൈസി. നിനക്ക് എന്നോട് ഒരു തരം ഇഷ്ടം പോലെ ഇല്ലാന്ന്.
എന്തേ നീ മിണ്ടാത്തെ? പറ. നിനക്കെന്തടി ഭ്രാന്താണോ? ഞാൻ നിന്റെ വീട്ടിൽ വെറും ഒരു ബാല്യക്കാരൻ മാത്രമാ. നീ ഒരു അന്തസ്സുള്ള തറവാട്ടിലെ പെണ്ണാടി. എനിക്ക് നിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തവന്. നീ ആരാണെന്നും എന്താണെന്നും അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ സ്നേഹിച്ചത്. കുഞ്ഞുനാളെ മുതലേ നീ മനസ്സിൽ നടക്കുന്നത്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇതിനെപ്പറ്റി സംസാരിക്കണ്ടെന്ന് ഞാൻ പലവട്ടവും പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഇനി ഞാൻ സംസാരിക്കില്ല. ഇനി ഒന്നും സംസാരിക്കില്ല. ഇല്ല, ഇനി ഞാൻ സംസാരിക്കില്ല. ഇനി ഒന്നും സംസാരിക്കില്ല. സൈനു, 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 വാതിൽ തുറക്ക്. സൈനു, നീ എന്താ വിളിക്കുന്നേ? എന്താ എന്താ നിന്റെ കയ്യില്? എന്റെ കയ്യിലൊന്നുമില്ല. നീ എന്തിനിങ്ങോട്ട് വന്നേ? കത്തിയെടുത്ത് പുറകെ മാറ്റി വെച്ച ഞാൻ കാണത്തില്ലെന്ന് വിചാരിച്ചോ? ആരോടടി നിന്റെ ഈ വാശി? എനിക്ക് വേണ്ടിയാണോ? ഇത്രയും കാലം നിന്നെ പൊന്നുപോലെ സ്നേഹിച്ച അവരെക്കാൾ വലുതാണോടി നിനക്ക് ഞാന്? അതെ, അവരെക്കാളൊക്കെ വലുതായിരിക്കും നീ. നീ ആരെന്നെ പൊന്നുപോലെ സ്നേഹിച്ചെന്ന ഫൈസി പറയുന്നേ? അവരാരെങ്കിലും എന്നെ അടുത്ത് ഒരിക്കൽ പോലും സ്നേഹത്തോടെ സംസാരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അവരാരും എനിക്ക് ഇത്തിരി സ്നേഹം തന്നിട്ടില്ല. ഒരു സഹോദരന്റെയോ ഉപ്പാന്റെയോ ഉമ്മാന്റെയോ സ്നേഹം ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല. പുറത്തു നിന്ന് നോക്കുന്നവർക്കൊക്കെ സൈന്യം എത്ര ഭാഗ്യം ചെയ്ത കുട്ടിയാണെന്ന് തോന്നും. ഇപ്പൊ തന്നെ അവരെന്തിനാ പോയിട്ടെന്ന് എനിക്കറിയാം. ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയുടെ കൂടെ ഞാൻ എങ്ങനെ എന്റെ ജീവിതാവസാനം വരെ ജീവിക്കും? എന്നെ കൊണ്ട് പറ്റൂല മനസ്സിൽ ഒരാളെ വെച്ചോണ്ട് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ. സൈനു, എന്നെ ഇത്രമാത്രം നീ സ്നേഹിക്കും. എന്നിൽ എന്താടി നീ കണ്ടത്? ഞാൻ നിന്റെ വെറും ഒരു ബാല്യക്കാരൻ മാത്രമാടി. ഫൈസി വേണ്ട, നീ കൂടെ എന്നെ വേണ്ടെന്ന് പറഞ്ഞ എനിക്ക് മുമ്പ് മരണമല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെയൊന്നും പറയല്ലേ പെണ്ണെ. ഒരു പ്രായത്തൊട്ട് നിന്നെ ഞാൻ കാണുന്നതാ. നിന്റെ സ്നേഹം എനിക്ക് അറിയാനിട്ടല്ല. നിന്നെ സ്വന്തമാക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും എനിക്കില്ലാഞ്ഞിട്ട. നിനക്കൊപ്പം ഒക്കെ ഉപേക്ഷിച്ച് വരാൻ ഞാൻ തയ്യാറാ. നീ എന്നെ കൊണ്ടുപോവില്ലേ? ഇനി ഒരു നിമിഷം പോലും നമുക്കിവിടെ നിൽക്കണ്ട. നീ വാ, നമ്മൾ എങ്ങോട്ടാ പോന്നേ? എന്റെ വീട്ടിലേക്ക്. ഈ നാട്ടുകാരെയും നിന്റെ വീട്ടുകാരെ മുമ്പിൽ തന്നെ നമ്മൾ ജീവിക്കും. അല്ല, നിങ്ങളാരും അറിഞ്ഞില്ലേ? നമ്മുടെ പള്ളിയത്തെ കൊച്ചില്ലേ, അവളവിടുത്തെ ബാല്യക്കാരൻ ചക്കറ്റൊപ്പം ഒളിച്ചോടി പോയിന്ന്. ശിവ ശിവ, കലികാലം. നല്ലൊരു കുടുംബത്തിലെ കൊച്ചല്ലായിരുന്നോ? അതെ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ചെക്കനുമായി ചെറുപ്പം മുതലേ ഇഷ്ടത്തിലായിരുന്നു എന്നാ നാട്ടുകാര് പറയുന്നേ. ആർക്കറിയാം ഇനി വയറ്റിലായിട്ട് പോയതാണോന്ന്. എന്തായാലും പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ കൊത്തി. അതെ അതെ, മഹാപാപി, നന്ദിയില്ലാത്തവള്. അവള് നശിച്ചു പോകത്തേ ഉള്ളു. ഉമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? ഇനി അവളുടെ കാര്യം ഇവിടെ ആരും സംസാരിച്ചു പോകരുത്. എന്നാലും അവൾക്ക് ഇതെങ്ങനെ നമ്മളോട് ചെയ്യാൻ തോന്നി? നമ്മൾ അവളെ എന്തുമാത്രം സ്നേഹിച്ചു വളർത്തിയതാ. ഉമ്മ നിർത്ത്. നമ്മൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അവള് സ്നേഹിച്ചത് ആ ബാല്യക്കാരനെയായിരുന്നു.
അവനെ നമ്മൾ ഒരുപാട് വിശ്വസിച്ചു പോയി. അവൻ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ മോനെ. നർത്തരി, ഇനി ഒരക്ഷരം നീ മിണ്ടിപ്പോയക്കരുത്. അവള് മരിച്ചു, അങ്ങനെ കരുതിക്കോണം. ഇനി ആരെങ്കിലും അവളുടെ പേര് ഇവിടെ സംസാരിച്ചു പോയാ ഒന്ന് കളയും ഞാൻ. ഇന്നെന്താ കാലത്തെ ഒരു സ്നേഹം? അറിയില്ല, എന്തോ നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നി. ആഹാ, അപ്പൊ ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ല? ഇത്രയും നാളും ഒരു ജോലിക്ക് വേണ്ടി നെട്ടോട്ടോളമില്ലായിരുന്നോ? ആ സമയത്തൊക്കെ എനിക്ക് എന്റെ ഭാര്യനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടല്ലോ. ആഹാ, നല്ല കാര്യം. അപ്പൊ പൊന്നുമോന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശമൊക്കെ ഞാൻ പറയാം, ആദ്യം നിന്റെ കൈയൊന്ന് നീട്ടിക്ക്. ആഹാ, എന്താ ചേർച്ച? അയ്യേ, എന്റെ പെണ്ണ് കരയുവാ. ദേ, എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് വന്നവളല്ലേ നീ. നിനക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ? ഞാനൊരു വള വാങ്ങി തന്നേനാ നീ കരയുന്നത്? എന്റെ പൊന്നേ, എനിക്കിതേ നിന്റെ ഈ കഴുത്തിലും കയ്യിലും എല്ലാം നിറച്ചും പൊന്നണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു ജോലി കിട്ടട്ടെ, പഠിച്ചവൻ എന്തേലും വഴി കാട്ടി തരാതിരിക്കില്ല. അതെ, ഞാൻ വളയൊക്കെ വാങ്ങി തന്നതല്ലേ, ഇനി ഞാൻ ചോദിക്കുന്ന ആഗ്രഹം നീ എനിക്ക് സാധിച്ചു തരുമോ? എന്താ? അത് എനിക്കും ആരുമില്ല, നിനക്കും ആരുമില്ല. അപ്പോ സ്വന്തം എന്ന് പറയാൻ നമുക്കാരെങ്കിലൊക്കെ വേണ്ടേ? നമുക്കിടയിലേക്കൊരു കുഞ്ഞാവ് വന്നാ നമുക്കൊരാളായില്ലേ? ചിരിക്കുന്നോ? അപ്പൊ നിനക്ക് സമ്മതമാ? ഫൈസി, നീ എവിടെ? ഇനി ഒരിക്കലും എനിക്ക് നിന്റെ പഴയ സൈന്യമാകാൻ പറ്റില്ല. ഹലോ സാർ. കേക്കാമോ? സാർ, ഞാൻ ആ കാര്യം അന്വേഷിച്ചു.
ആ കുട്ടിയുടെ വീട്ടിലൊന്നും പോയില്ല. അങ്ങോട്ടേക്ക് പോകാൻ എനിക്കൊരു ധൈര്യക്കുറവ്. ഇവിടെ അടുത്ത് 1-2 പേരോട് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞതനുസരിച്ച് ഏകദേശം 2.5 മാസത്തോളമായി അവരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല എന്നാ പറഞ്ഞത്. വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ ഒരു ധൈര്യക്കുറവ് സാർ. എന്താ എങ്ങനെയാണെന്നറിയില്ലല്ലോ. ഓക്കെ സാർ എന്തായാലും ഒന്ന് അന്വേഷിച്ചേക്ക്. ജീവിക്കാൻ വേണ്ടി പോയതല്ലേ സാർ. എന്ത് സഹായം വേണേലും ഞാൻ ഇവിടുന്ന് ചെയ്തു തരാം. ഞാൻ ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പറയാം സാർ. ഓക്കെ. എന്നാലും 2.5 മാസത്തോളമായിട്ട് ഒരു വിവരമില്ലല്ലോ. ആ പയ്യൻ ഇവിടെ പോയി കിടക്കുവാണ് എന്റെ ദൈവമേ.